ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? റമദാനൊക്കെ ആയിട്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. നല്ല ചൂടൊക്കെ അല്ലേ? അപ്പോൾ ഈ ചൂടത്ത് എന്നും ഇങ്ങനെ പത്തിരി ചുടണ്ടെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഞാൻ ഒരു റൈസ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അൽഫാം മന്തി എന്നൊക്കെ പറയാം, പക്ഷേ ഞാൻ അൽഫാമിൻ്റെ പീസായിട്ടല്ല ചിക്കൻ കട്ട് ചെയ്തെടുത്തത്. കാരണം അനീഫ്ക കറിക്ക് വേണ്ടി കൊണ്ടുവന്നതായിരുന്നു ചിക്കന്. അപ്പം പെട്ടെന്ന് മാറ്റിയതാണ് കേട്ടോ. ഇന്നിപ്പോൾ പത്തിരി വേണ്ട, റൈസ് ആക്കാമെന്ന് വിചാരിച്ചിട്ട്. കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റൊക്കെ ഒരേപോലെ തന്നെ ആയിരിക്കും, പക്ഷേ കാണാൻ കുറച്ച് ഭംഗി കുറവുണ്ടാവും മാത്രം. അൽഫാമിൻ്റെ പീസാകുമ്പോൾ നമുക്ക് കാണാനൊരു ഭംഗിയാണല്ലോ, പക്ഷേ അതല്ലാന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ സവാള, അത്ര എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വെളുത്തുള്ളി ഇടാത്ത എൻ്റെ കയ്യിൽ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഉണ്ട്, അപ്പോൾ അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഞാൻ റമദാന് മുമ്പേ ഉണ്ടാക്കി വെച്ചതായിരുന്നു. അപ്പോൾ അത് ഏകദേശം ഒരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം തൈര് ഒഴിച്ച് കൊടുക്കുക. അത്യാവശ്യം പുളിയുള്ള തൈരാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണേ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ. അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഞാൻ ഈ ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം വരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതാ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ നമ്മൾ നേരത്തെ പേസ്റ്റാക്കി അരച്ചതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി ഏകദേശം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഏകദേശം ഒരു 1/2 ടീസ്പൂണൊക്കെ ഇട്ടാൽ മതിയാവും. പിന്നെ ഏകദേശം 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കേട്ടോ. അത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മാറ്റം വരുത്താം. ഇതന്നെ അത്യാവശ്യം എരിവുണ്ടായിരുന്നു, എന്നാലും ഒരുപാട് കൂടുതലല്ല. പിന്നെ നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കണമെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് 1 ടീസ്പൂൺ അത് പൊടിച്ച വലിയ ജീരകമാണ് കേട്ടോ, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ ജീരകം ഞാൻ വറുത്ത് പൊടിച്ചതായിരുന്നു. ഇനി നമുക്കിത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാലയൊക്കെ ഒന്ന് പിടിക്കണം. ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മസാല പുരട്ടി വെച്ചിട്ട് ഏകദേശം ഒരു 4-5 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ടൈം ഉണ്ടെങ്കിൽ. ഇനിയിപ്പോൾ ടൈമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അപ്പം തന്നെ കുക്ക് ചെയ്താലും പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനെ 3-4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചാൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നത്. അതാ ഇനിയിപ്പോൾ നമുക്ക് ആദ്യം ചിക്കനൊന്ന് വേവിക്കാനായിട്ട് വെക്കണം. അതിനായിട്ട് ഇതാ ഞാൻ ഇതുപോലൊരു പോട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് അത്യാവശ്യം ഒരുപാട് ഓയിലൊന്നും വേണ്ട, ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇന്നിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ചൂടായതിന് ശേഷം വേണം ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിതാ 10 മിനിറ്റ് മുമ്പേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ചിക്കൻ്റെ പീസ് ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. പാനിൽ ഇതുപോലെ ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് അൽഫാമിൻ്റെ പീസാകുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ 4 പീസിലുണ്ടാവുള്ളൂ ഒരു ചിക്കൻ വെച്ചിട്ട്. ഇത് 1 കിലോ ചിക്കൻ വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മസാലേൻ്റെ അളവൊക്കെ 1 കിലോ ചിക്കനിലേക്കുള്ളതാണ് കേട്ടോ. നോമ്പൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഫുഡാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ രാവിലെ പത്തിരിയൊക്കെ പരത്തി വയ്ക്കും. ഇതിപ്പോൾ റൈസ് ആയതുകൊണ്ടാണ് എല്ലാം വൈകുന്നേരം ചെയ്യുന്നത്. പിന്നെ ഇതിലും ചിക്കന് രാവിലെ മസാല പരത്തി വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം അപ്പുറത്തെ അടുപ്പത്ത് നമുക്ക് ചിക്കൻ റെഡി ആവുന്നുണ്ട്. ഇതാ ഞാൻ കുക്കറിൽ 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് മയോണൈസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കിതാ നമ്മുടെ റൈസും നമുക്ക് റെഡിയാക്കിയെടുക്കാം. ചിക്കൻ ഏകദേശം ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് റൈസ് റെഡിയാക്കാം കേട്ടോ. റൈസ് റെഡിയാക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ബിരിയാണി പോട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഏകദേശം 2 കഷ്ണം പട്ട, ഒരു 3-4 ഗ്രാമ്പു, 3-4 ഏലക്കായ അത്ര ഇട്ടൊന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ 2 മാഗി ക്യൂബ് ഒന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. 1 കിലോ റൈസിലേക്ക് 2 മാഗി ക്യൂബാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ സമയം നമ്മൾ അരി ഒന്ന് അളന്ന് വെക്കണേ, വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ അരി ഏകദേശം 1 മണിക്കൂർ കുതിർത്തിട്ടുണ്ടായിരുന്നു. ഇതാ അപ്പം അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ 1 കപ്പ് അരിക്ക് ഏകദേശം 2 കപ്പ് വെള്ളം, അതാണ് കേട്ടോ ഞാൻ അളന്നെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഞാനിതാ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ആ സമയം നമുക്ക് വെള്ളത്തിലിട്ട് വെച്ച റൈസൊക്കെ ഒന്ന് ഊറ്റി വയ്ക്കേ. ഇനിയിപ്പോൾ ഇത് റൈസ് അല്ലാതെ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാനുണ്ട്.
അപ്പോൾ ആദ്യം റൈസാണ് റെഡിയാക്കി വെക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരട്ടെ. വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നതിന് ശേഷം നമ്മുടെ കഴുകി ഊറ്റി വെച്ച റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. റൈസ് ഞാൻ മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ എന്താ റൈസ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കിലോ റൈസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഇനി അതൊന്ന് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ മാഗി ക്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടില്ലേ, അതിൽ നിന്നും കുറച്ച് അതിൻ്റെ ആ മസാലയും വെള്ളവും കൂടെ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പിടുമ്പോൾ അതിനനുസരിച്ച് വേണം ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്താ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ റൈസാണ് കേട്ടോ ഇത്. കാരണം ഒരുപാട് മസാലകളൊന്നും ഇല്ലാത്ത, എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും. നല്ല ടേസ്റ്റുള്ളൊരു റൈസാണ് കേട്ടോ. അങ്ങനെ ഞാൻ റൈസ് ഏകദേശം ഒരു പകുതി വേവായപ്പോൾ അതിലേക്ക് നമ്മുടെ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടില്ലേ, അതിൽ നിന്നും ഏകദേശം ഇതുപോലെ 2 കയ്യിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ മസാലയും അതുപോലെ തന്നെ ആ ഓയിലും എല്ലാം കൂടെ കൂടിയിട്ടുള്ള, പിന്നെ അതുപോലെ തന്നെ ചിക്കനിൽ വെള്ളം ഇറങ്ങൂലേ, അതും കൂടെ എല്ലാം കൂടെ ഉള്ള ആ ഒരു മസാല ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റൈസിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുമേ. അത് ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇനിയിപ്പോൾ ഒന്ന് അടച്ച് വയ്ക്കുക. തീ മീഡിയത്തിൽ വെക്കണേ. കണ്ടോ, ഞാനിത് ഇളക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. എന്നാൽ അരി ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഈ റൈസ് ഉണ്ടാക്കുന്ന സമയം തന്നെ ഞാൻ ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അത് മറന്നു പോകരുത്. ഇടയ്ക്ക് ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് ആദ്യം ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 2 മിനിറ്റ് വേവിക്കുക. അപ്പം ചിക്കനൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. പിന്നെ ഒരു മീഡിയത്തിലേക്ക് കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി ഈ ഒരു കളറായി വരും കേട്ടോ. നല്ല മൊരിഞ്ഞ് കിട്ടും. ആ മസാലയും ചിക്കനും എല്ലാം കൂടെ നന്നായിട്ട് പിടിച്ചിട്ട് നല്ലൊരു ബ്രൗൺ കളറായി വരുമേ. അപ്പോൾ നമ്മുടെ റൈസും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ്റെ പീസെല്ലാം ഇതിലേക്ക് വെച്ച് കൊടുക്കണേ. ഇതിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു സ്മോക്കി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു കണൽ വെച്ച് കൊടുക്കണം. അപ്പോൾ നല്ലൊരു മന്തികൾക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ ചിക്കൻ്റെ പീസ് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയം ഞാൻ കണലാവാൻ വേണ്ടിയിട്ട് ചിരട്ട വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കത്തിയിട്ട് നല്ല കണലായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചിക്കൻ മുഴുവനായിട്ട് ഇതിലേക്ക് വെച്ചിട്ട് കണൽ വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ അങ്ങനെ സ്മോക്കി ഫ്ലേവർ വെച്ചിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ അത് വെക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് മന്തിയുടെയും അൽഫാമിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് കിട്ടുമേ. അപ്പോൾ ആ ചിക്കൻ മുഴുവനായിട്ടും ഞാൻ സൈഡിലായിട്ട് വെച്ചിട്ട് ഇതുപോലെ നടുഭാഗത്താണ് വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തത്. ഇനി നമുക്ക് എൻ്റെ ഈ അടപ്പിന് ചെറിയൊരു ഹോളുണ്ട്. അതിൽ നമുക്കൊരു ടിഷ്യൂ പേപ്പറിൻ്റെ ഒരു കഷ്ണം വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഈ സമയം ഫ്ലെയിം ഓഫാക്കും കൂടെ ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നിനിപ്പോൾ ഞാൻ സമൂസയാണ് ഉണ്ടാക്കുന്നത്. സമൂസ ആകുമ്പോൾ പിന്നെ എനിക്ക് പണികൾ കുറവായിരിക്കും. ഇതുപോലെ മസാല റെഡിയാക്കി കൊടുത്താൽ മതി. എന്താ പറയുക, സമൂസ ഷീറ്റിൽ ഒക്കെ സമൂസ റെഡിയാക്കി തന്നോളൂ കേട്ടോ അനീഫ്ക്ക ഇവിടെ ഉള്ള സമയമാണെങ്കിൽ. അപ്പോൾ ഞാൻ മസാലയൊക്കെ റെഡിയാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുടിക്കാൻ തിളപ്പിച്ചാറിയ വെള്ളത്തിനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. ഞാൻ പച്ചവെള്ളം മക്കൾക്കും കൊടുക്കാറില്ല, ഞാനും കുടിക്കാറില്ല കേട്ടോ. തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാറുള്ളൂ. അപ്പോൾ ഏകദേശം ബാങ്ക് കൊടുക്കാനൊക്കെ സമയമായിട്ടുണ്ട്. സമൂസൊക്കെ റെഡിയായി, അതുപോലെ തന്നെ നമ്മുടെ റൈസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഫിദു ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. നിതുവിന് പിന്നെ ഇന്ന് എക്സാം ഇല്ല. അപ്പോൾ കണ്ടോ, നമ്മുടെ മന്തി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് വലിയ പീസാണെങ്കിൽ കാണാനൊന്നും കൂടെ ഭംഗിയുണ്ടാവും. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റുള്ള റൈസാണ് കേട്ടോ. പിന്നെ നിതുവിന് വാട്ടർമെലൺ ജ്യൂസ് പറ്റൂല. അപ്പോൾ അവൻ ലൈം അടിച്ചിട്ടുണ്ട്. അവൻ മിൻറ്റ് ലൈമാണ് അടിച്ചിട്ടുള്ളത്. അവനത് മാത്രമേ പറ്റുള്ളൂ, വേറൊരു ജ്യൂസും പറ്റൂല. അങ്ങനെ ബാങ്ക് കൊടുത്ത് എല്ലാവരും നോമ്പ് തുറക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. നോമ്പ് തുറന്നു കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.